റോഷിപാൽ തുടരുക. നമുക്ക് ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അത്ര ശുഭകരമല്ലാത്തൊരു വാർത്ത തന്നെയാണത്. തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മര്യനാട് അതിർത്തിയിൽ പുരയിടത്തിൽ അലോഷ്യസ് ആണ് മരിച്ചത്. റോഷിപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. റോഷി, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? ഒന്ന്, ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ തിരമാലകളുണ്ട്, കടൽക്ഷോഭം ഉണ്ട്. ഇന്നലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയ വള്ളം അത് ശക്തമായ തിരമാലകളിൽപ്പെട്ട് മറിയുകയായിരുന്നു മര്യനാട്. അതിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ നീന്തി രക്ഷപ്പെട്ടു. അതിൽ അലോഷ്യസ് മാത്രമാണ് ശക്തമായ തിരമാലയിൽ അകപ്പെട്ടത്. രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. ബാക്കിയുള്ളവർക്ക് കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. അവർ എല്ലാവരും നീന്തി രക്ഷപ്പെടുകയായിരുന്നു. തിരമാല അതിശക്തമാണ്. ഇപ്പോഴും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം, കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല, തിരമാലകൾ ശക്തമായ ഉയരത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് വീണ്ടും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിട്ടുണ്ട്. ഏതായാലും രാവിലെ ദാരുണമായ ഒരു വിവരമാണ്. മത്സ്യത്തൊഴിലാളി അല്പം മുമ്പാണ് ഈ അപകടം സംഭവിച്ചത്. ഏതാണ്ട് 7 മണിയോടെയാണ് അലോഷ്യസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴത്തേക്കും അലോഷ്യസ് മരിച്ചിരുന്നു. അലോഷ്യസ് ഉൾപ്പെടെ 4 പേരാണ് വെള്ളത്തിലുണ്ടായിരുന്നത്. റോഷിപാൽ തുടരുക.